ഗൈസ്, രാത്രി യാത്ര അല്ലൂട്ടിന് വേണ്ടിയുള്ള ഒരു കുട്ടി പർച്ചേസിങ്ങിനാണ്. അല്ലൂട്ടിൻ്റെ ആവശ്യ സാധനങ്ങളെല്ലാം ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതാ ലുലുവിലെത്തി. ലുലുവിൽ പോകുമ്പോഴേ അപ്പൂസേട്ടൻ പറഞ്ഞിട്ടുണ്ട് വേറെ ഒരു സെക്ഷനിലും കയറരുത്, ഹൈപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് എടുക്കേണ്ടതല്ല എടുത്ത് വേഗം ഇറങ്ങിക്കൊള്ളണം, ടൈമില്ലാന്ന്. എനിക്ക് പിന്നെ അനുസരണശീലം പണ്ടേ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും കാര്യമാക്കാറില്ല. അപ്പൂസേട്ടൻ ഇതാ ട്രോളി എടുത്ത് അല്ലൂനി ഇരുത്തി തള്ളാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ആഞ്ഞു തള്ളിക്കുമെന്ന് പറഞ്ഞപ്പോൾ പറയാം നിൻ്റെ അത്ര തള്ളാൻ എനിക്കറിയില്ലല്ലോ എന്ന്. ഈ പറയുന്നവൻ അറിയില്ലല്ലോ ഈ തള്ളുന്നവൻ്റെ വിഷമം. പിള്ളേർ അവിടെ എന്തെങ്കിലുമൊക്കെ പറയട്ടെ, നമ്മളതൊന്നും കാര്യമാക്കണ്ട. അങ്ങനെ ട്രോളി തള്ളി ഞാനിതാ വെജിറ്റബിൾ സെക്ഷനിൽ എത്തിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ആവശ്യ സാധനങ്ങളൊക്കെ എടുത്തിടാണ്. എനിക്ക് ഈ സാധനങ്ങൾ എടുത്തിടാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. ഫൈനലി അതിൻ്റെ ബില്ല് കിട്ടുമ്പോഴാണ് എനിക്ക് അത്ര ഇഷ്ടമല്ലാതാവാം. പിന്നെ ദാ എൻ്റെ കണ്ണ് തെറ്റി അച്ഛനും മോളെ അപ്പം കാണാതെ ആവും. പിന്നെ ദാ 11 ഇവൻ നിസ്സാര പുള്ളിയല്ല കേട്ടോ. കുഞ്ഞു മക്കളുള്ള എല്ലാ പേരൻസിൻ്റെ സുഖമായ ഉറക്കത്തിന് പ്രധാന പങ്ക് വഹിക്കുന്ന വ്യക്തിയാണ്, ഒന്ന് ബഹുമാനിക്കണം. അങ്ങനെ ഇവനും പോക്കി ഞങ്ങൾ പോകുമ്പോൾ ദാ അമ്മു സൂരജേട്ടനും. ബാക്കി പർച്ചേസിങ് ഞാൻ ചാച്ചൻ്റെയും അമ്മൂൻ്റെയും കൂടെ ആയിക്കോളാന്ന് പറഞ്ഞാലും അവരുടെ കൂടെ കൂടി ഞങ്ങൾക്ക് ദാ ഈ ഒരു നീണ്ട സാധനം കിട്ടി. ഞങ്ങൾ വിട്ടു, നല്ല മഴയും കിട്ടി. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിൽ പോയി. ഓക്കെ, ബൈ.